ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ആരാധന സംപ്രേഷണം ചെയ്യുന്നത് കീക്കടൂർ പള്ളിയിൽ വെച്ചാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഷാജി ഫിലിപ്പച്ചനും ഷിജു മാത്യു അച്ഛനും അതുപോലെ തന്നെ ശ്രീ സജി ടി ജോസഫുമാണ്. ദൈവനാമ മഹത്വത്തിനായിട്ടും പുകഴ്ചയ്ക്കുമായിട്ട് സുവിശേഷ ഗാനാവലി 50-ാമത്തെയും 327-ാമത്തെയും ഗീതങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Kırtavi ne nam stu
പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, സഭയുടെ നാഥനും ഞങ്ങളുടെ നടത്തിപ്പുകാരനുമായ കർത്താവിനെ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യവും പദവിയും തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയം ഞങ്ങൾ ഒരുമിച്ച് ദൈവം ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകളെ ഓർത്ത് അങ്ങയ്ക്ക് സകല മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അർപ്പിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനെ, സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ, രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ദേവാതി ദേവനെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ അപൂർത്തിക്കും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഏവരുടെയും ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യം, ലോകരാഷ്ട്രങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കി യാചിക്കുന്ന ഈ ദിവസം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കണമേ. ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. ദൈവപുത്രൻ്റെ മുഖം കാണുവാൻ, അവിടുത്തെ തേജസ് കാണുവാൻ ഈ ആരാധന ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മശിയ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പരസ്യാരാധന ആരംഭിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ ഭക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട പശ്ചാത്തലേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പശ്ചാത്തലേ, ഞങ്ങളുടെ മേൽ
കർത്താവേ നിനക്ക് സ്തുതി. ഭാവികളോട് കൃപ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. സ്വർലോകത്തിലിരുന്നരുളും ദേവാ ഞങ്ങളുടെ താതാ, നിൻ തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടേണമേ. താതാ, നിന്നോടെ തിരുരാജ്യം വന്നിടണമേ. ഈ ഉലകിൽ തിരുഹിതമേതുപോൽ സുരലോകേ, അതുപോലിവിടെയും ആകേണമേ. വേണ്ടും യാവന ഞങ്ങൾക്ക് അരുളണമേ നീ കർത്താവേ. അന്യരോടങ്ങൾ ക്ഷമിച്ചതുപോൽ അടിയാർ പാപം മോചിക്ക. പരീക്ഷയിലങ്ങയാക്കരുതേ, ദുഷ്ടനിൽ നിന്നൊഴിവാക്കുക നീ. രാജ്യം ശക്തി മഹത്വങ്ങൾ എന്നും നിനക്കുള്ളവയാമീൻ. ദൈവമായ കർത്താവേ, ഭാഗ്യം നൽകുന്നവയും പ്രകാശം തന്നിരിക്കുന്നതുമായ നിന്റെ രശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവിടെ എന്നുള്ളതിൻ്റെ തന്നെ ഈ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ അർത്ഥത്തിൻ്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാപ്രരക്ഷിതാവുമായ ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹായേ, നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ആമേൻ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായി, വിധിക്കുമ്പോൾ നിർമ്മലായിരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലാകേണ്ടത് സോപ്പുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ദൈവത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിഴലിക്കരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ നിന്റെ വേള ദേശിക്കും, ഭാവിയിൽ നിങ്ങളെ മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ തന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് സ്തുതിയെ വർണ്ണിക്കും. അനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറിയുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയാഗങ്ങളും ഹോമയാഗങ്ങളും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകളെ
കുറവുകളും കുറ്റങ്ങളും തിരുസന്നിധിയിൽ ഏറ്റുപറയുന്നതിന് നൽകിയ ഈ അവസരത്തിന് സ്തോത്രം. നിന്റെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുമിശിഹായുടെ ചട്ടങ്ങളും കൽപ്പനകളും ലംഘിച്ച കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്നേഹിപ്പാനും ക്ഷമിപ്പാനും ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ സഹായിപ്പാനും രോഗികളെയും ദുഃഖിതരെയും സന്ദർശിപ്പാനും കരുതുവാനും പഠിപ്പിച്ച കർത്താവേ, ഈ വക കാര്യങ്ങളിൽ വന്ന വീഴ്ചകൾ ഞങ്ങളോട് ക്ഷമിക്കുകയും തിരുവിധമെല്ലാ കാര്യങ്ങളിലും നിവർത്തിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യണമേ. പോലെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. എന്റെ ഉള്ളം കർത്താവിനെ ഭംഗപ്പെടുത്തുന്നു. എന്റെ ആത്മാവൻ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അങ്ങനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനമിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച സമ്പന്നന്മാരെ വെറുതെ കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിന് അവന്റെ സന്തതിക്ക് എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ മുതലേക്കും തന്നെ ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഇന്നലെ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകർത്യമൊക്കെ മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ വീണ്ടെടുക്കുന്നു. അവരെ കരുണയിൽ അണിയിച്ചിരിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും വിമർശിക്കുകയില്ല. എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയാസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ്സ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂപോലെ പോകുന്നു. കാറ്റന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനറിയുകയുമില്ല. യഹോവയുടെ ദയം എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരുമായുള്ളവരെ യഹോവേ വാഴ്ത്തുവീ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവർത്തികളുമേ യഹോവേ വാഴ്ത്തുവീ. ജന്മനമേ യഹോവയെ വാഴ്ത്തുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ കാലവും എല്ലാ സമയവും ഉന്നതങ്ങളിൽ ദൈവത്തിന്
സമാധാനവും നിരപ്പും മനുഷ്യർക്കുള്ള പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി, സ്വർഗീയ രാജാവായി, സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയറ്റുകയും നിന്റെ മഹത്വത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധാത്മാവിനോട് കൂടെ യേശുമിശിഹായ പുത്രനാം ദൈവമേ, പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവകുഞ്ഞാടുമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്നവനെ, നിന്റെ ശരിയായ ഞങ്ങളുടെ വേഷ കൈക്കൊള്ളണമേ. നിന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനെ, ദൈവത്തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധാത്മാവിനോട് കൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു. ആമേൻ. ശുശ്രൂഷ മധ്യേ വായിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പഴയതും പുതുതുമായ വേദഭാഗങ്ങൾ ഈ സമയത്ത് വായിക്കുന്നതായിരിക്കും. ഒന്നാം പാഠഭാഗമായി ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ 12-ാം അധ്യായം. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദിക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടിച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേൽ എന്ന ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ, ഒരുത്തൻ നദീതീരത്ത് ഇക്കരെയും മറ്റവൻ നദീതീരത്ത് അക്കരെയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനോട്, ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗത്തേക്കുയർത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണേ, ഇനി കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിൻ്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ, ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, പോയിക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാൻ. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. മനപ്പാഠവാക്യം 13. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചിരിക്കും. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 1 മുതൽ 19 വരെ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 1 മുതൽ 19 വരെ. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവെന്ന് വരികിൽ നിങ്ങളെ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചതു തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവർ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല.
അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടിയുള്ള ദൈവകൃപയത്രേ. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. മനപ്പാഠവാക്യം 19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇവിടെ 2-ാം പാഠം അവസാനിച്ചിരിക്കുന്നു. സുവിശേഷ ഗാനാവലി 548 ഗീതം, യേശു സന്നിധാനം. ഗീതത്തോടെ ചേർന്ന് ശുശ്രൂഷയുടെ 2-ാം ഭാഗം ആരംഭിക്കുകയാണ്. സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേ കൃതനേ ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ
മിശിഹായെ, എന്നേക്കും ഞങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനും സകല സത്യത്തിലും നീതിയിലും ഞങ്ങളെ വഴി നടത്തേണ്ടതിനും പിതാവിൽ നിന്ന് വാങ്ങി നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായും ആത്മാവിന്റെ നടത്തിപ്പുകളെ ഗ്രഹിക്കുന്നവരായും സകലത്തിലും നിന്നെയും നിന്റെ പിതാവിനെയും മഹത്വപ്പെടുത്തുന്നവരായും ജീവിപ്പാൻ ഞങ്ങളെ നീ ശക്തീകരിക്കുമാറാകണമേ. ദോഷമുള്ള വഴികളിൽ നിന്നും നിന്നെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കാത്ത് നിരന്തരം പാലിക്കുമാറാകണമേ. സകലത്തിലും നിന്നെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചും ശക്തീകരിച്ചും നിരന്തരം ഞങ്ങളെ നടത്തുമാറാകണമേ. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ തിരുനാമം എന്നേക്കും അതു വാഴ്വുള്ളതാകുന്നു. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ ബഹുമാനം എന്നേക്കും അതു വാഴ്വുള്ളതാകുന്നു. പരിശുദ്ധൻ മഹിമാവാൻ ത്രിയേക ദൈവമേ, അനുഗ്രഹം ഞങ്ങളിൽ നീ ചൊരിയണമെപ്പോഴും. പരിശുദ്ധൻ മഹിമാവാൻ ത്രിയേക ദൈവമേ, ദയയാൽ അനുഗ്രഹം നീ ചൊരിഞ്ഞിടണമേ. എന്നേക്കും നീ പരിശുദ്ധൻ 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 കർത്താവേ, മഹിമാവാൻ നിത്യം. എന്നും നീ സ്തുത്യൻ പരിശുദ്ധൻ നാഥ, തിരുനാമമെന്നേക്കും വാഴ്വുള്ളതാകുന്നു. എൻ കർത്താവേ സ്തുതിയേ സ്തുതിയേ, കർത്താവേ നിത്യ ശരണവുമേ, സ്തുതിയേ സ്തുതിയാമേ. ദൈവമേ, നീ എന്റെ ദൈവം. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയാ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങളിൽ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനും അജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എന്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിരനിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും, അവന്റെ നാമത്തിൽ സത്യത്തെ പുകഴും. എങ്കിലും ഘോഷപരമായി അടഞ്ഞു പോകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്നെ ആമേൻ. കർത്താവേ, അഗ്നിമയന്മാരും ആത്മീയന്മാരുമായ കൂട്ടങ്ങൾ ഉന്നതങ്ങളിൽ നിന്നെ സ്തുതിക്കുന്നു. അവരോടുകൂടെ ഞങ്ങളും ആർത്തു ചൊല്ലുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ദൈവത്വത്തെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. കർത്താവേ, നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, നീ എഴുന്നള്ളി വഴിതെറ്റി നിന്ന് സഭയെ രക്ഷിച്ചതുകൊണ്ട് സഭയും അതിന്റെ സകല സന്താനങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വന്ദിക്കുന്നു.
കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച് പ്രസംഗിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്റ്റിന് എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നിന്റെ വചനങ്ങളനുസരിച്ച് ജീവിപ്പാൻ കൃപയരുളേണമേ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവവചനമേ ദിവ്യവിശേഷം സർവദാ മോദമോടെ ആദിൽ ദൈവമേ നോക്കുവാൻ കണ്ണെനിക്കേകുക ജീവദയാ പരനേ. ആദിൽ ദൈവമേ നോക്കുവാൻ കണ്ണെനിക്കേകുക ജീവദയാ പരനേ. ദൈവമേ, ഭൂലോകമെങ്ങുമുള്ള നിന്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും വിശേഷാൽ അതിന്റെ ഒരു ഭാഗമായി സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ അതിന് ധാരാളമായി നൽകണമേ. സത്യത്തിന്റെ വചനത്തെ ശരിയായി പാലിച്ചു കൊടുക്കുന്ന നിന്റെ സകല മക്കളെയും, ഞങ്ങളുടെ പ്രിസൈഡിംഗ് ബിഷപ്പിനെയും ബിഷപ്പന്മാരെയും പട്ടക്കാരെയും സുവിശേഷകരെയും സേവരിമാരെയും സഭാംഗങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും പ്രത്യേകമായി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും നിയമസഭാംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സകല ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തേണമേ. കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ആമേൻ. പ്രിയരെ, ഈ മാസത്തിലും പ്രത്യേക ഈ ആഴ്ചയിലും പുതുവയസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കുടുംബജീവിതത്തിൻ്റെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ശുശ്രൂഷാമതിയെ പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ദൈവം അവർക്ക് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ പുതുവർഷത്തിൽ ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനുഷ്യൻ്റെ ആയുസ് ദൈവത്തിൻ്റെ ദാനമാകുന്നു. അങ്ങ് തന്നതല്ലാതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാകുന്നു. അവിടുന്ന് ജീവൻ്റെ മേൽ അധികാരമുള്ള ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾ പുതുവയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവകൃപയുള്ളവരായി ജീവിപ്പാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചു ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മാസത്തിലും പ്രത്യേക ഈ ആഴ്ചയിലും പുതുവയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം ദൈവത്തിൻ്റെ ദാനമാകുന്നുണ്ട്. കുടുംബജീവിതത്തിൻ്റെ പുതുവർഷത്തിൽ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവിടുത്തെ നാമത്തിൽ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. നിന്റെ മക്കൾ അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ചയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് കാരണമാക്കി തീർക്കുകയും അവരുടെ കുടുംബങ്ങൾക്കും വ്യക്തി ജീവിതങ്ങൾക്കും ആവശ്യമുള്ളത് അവിടുന്ന് ദാനം ചെയ്യുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. മശിയാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സമർപ്പണ പ്രാർത്ഥന. എല്ലാവരും കൂടെ ചേർന്ന് ഈ സമർപ്പണ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിനക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം നിന്നെ സേവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കണക്ക് നോക്കാതെ കൊടുപ്പാനും മുറിവുകളെ ഗണ്യമാക്കാതെ പോരാടുവാനും സ്വസ്ഥതയ്ക്കായി കാക്ഷിക്കാതെ അധ്വാനിപ്പാനും ഞങ്ങൾ തിരുവിഷ്ടം ചെയ്യുന്നറിയുകയും യാതൊരു പ്രതിഫലവും ശിക്ഷിക്കാതെ പ്രയത്നിപ്പാനും യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഈ സമയത്ത് നമുക്ക് ഏറ്റുകൊള്ളാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും
ചെയ്യുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവിനെ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഒത്തുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിയാവുന്ന ശരീരം ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികെ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുമാനിക്കുന്നതായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടുപെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുള്ള ഏകയാത്മാവിലും സാർവത്രിക അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജലത്തിനെ കുറിക്കുന്ന സ്നാനം ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. സുവിശേഷ ഗാനാവലി 376 ഗീതം ഈ സമയത്ത് പാടുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഷിജു മാത്യുവച്ചൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ്. യേശു
നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. ഹൃദയങ്ങളെ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഏകാഗ്രമാക്കി നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത വൻകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ പ്രദേശങ്ങളിൽ ഭവനങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രതിസന്ധിയുടെ നടുവിലൂടെ നാം കടന്നു പോകുന്നത്, എന്നാൽ ആ പ്രതിസന്ധിയെ നീക്കുവാൻ കഴിവുള്ളവനായ സർവശക്തനായ ദൈവം, അവൻ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം, ഇന്നും ചെവി മന്ദമായിട്ടില്ലാത്ത, കൈകുറുകിയിട്ടില്ലാത്ത, അത്ഭുതം ചെയ്യുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് പറയത്തക്കവണ്ണം ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ബിഷപ്പുമാരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പട്ടക്കാർ, സുവിശേഷകർ, സേവനിക്കൊച്ചന്മാർ, വിശ്വാസി സമൂഹം, എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമേരിക്കൻ ഐക്യനാടുകളിൽ, മറ്റു പ്രദേശങ്ങളിൽ, ഗൾഫ് മേഖലകളിൽ, യൂറോപ്യൻ കൺട്രികളിൽ ഈ രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരോട് കൃപ തോന്നുമാറാകണം. അങ്ങ് ആണിപ്പഴുതുള്ള കരം ഒന്ന് തൊടുമാറാകണം. അങ്ങ് സൗഖ്യമയക്കുമാറാകണം. അതിനായിട്ട് അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാവിശ്വാസികളായി ലോകത്തിൻ്റെ വിവിധ കോണുകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയാൽ തിരുമുഖത്തേക്ക് നോക്കി അങ്ങേ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനേക വിഷയങ്ങൾ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചു. സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്, ഞങ്ങളുടെ കണ്ണുനീര് കണ്ട് കർത്താവേ അവിടുന്ന് മനസ്സലിഞ്ഞ് കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഈ ലോകത്തിൻ്റെ ഈ കൊറോണ വൈറസിൻ്റെ മഹാമാരിയാൽ ഭാരപ്പെടുന്നവരെ അവിടുന്ന് വിടുതൽ അയച്ചു കർത്താവേ. ഞങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗത്തിലെ ദൈവമേ അങ്ങയെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാനുഷിക കരം പരാജയപ്പെട്ടു, മാനുഷിക ചിന്തകൾ പരാജയപ്പെട്ടു. എന്നാൽ പരാജയമില്ലാത്തവനായ ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുന്ന് അത്ഭുതം ചെയ്യുമാറാകണം കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് വിടുതൽ കൊടുത്ത് അവിടുത്തെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് ബിഷപ്പിനായിട്ട്, മറ്റു ബിഷപ്പുമാർക്കായിട്ട്, കർത്താവ് പട്ടക്കാർക്കായിട്ട്, സുവിശേഷകർക്കായിട്ട്, സേവനി കൊച്ചന്മാർക്കായിട്ട്,
കർത്താവെ, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വിശ്വാസി സമൂഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണം കർത്താവെ. ഇതുവരെയും വ്യാപരിച്ച അവിടുത്തെ കൃപയ്ക്കായിട്ട് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയെ സ്നേഹിച്ച്, അങ്ങയെ മാനിച്ച്, അങ്ങയ്ക്ക് വേണ്ടി നിലനിൽപ്പാൻ തുടർന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവെ. ഞങ്ങൾ ഈ നാളുകളിൽ നിരാശരായിട്ട് തീരുവാനായിട്ടല്ല, വിശ്വാസത്തിൽ കുറവില്ലാത്തവരായി കർത്താവിൻ്റെ വരവിനായിട്ട് പ്രത്യാശയോട് കാത്തിരിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളോടൊപ്പം വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ പങ്കാളികളായി തീരുന്ന എല്ലാവരെയും സ്വർഗീയ കൃപയാൽ അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം അനുഗ്രഹിച്ചാട്ട്, അവിടുത്തെ കൃപയെ സൂക്ഷിച്ചാട്ട്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സുവിശേഷ ഗാനാവലി 359 ഗീതം തൻ നിത്യസ്നേഹത്താൽ എന്ന ഗാനം പാടി ഈ സമയത്ത് സ്തോത്രകാഴ്ച സമർപ്പിക്കാവുന്നതാണ്. Just be the thought.
പ്രവഹിക്കും തീരത്തിൽ നിശ്ചയമായി നീ ആനന്ദിക്കും. ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും എന്നേക്കുമായി നീ പരിത്യജിക്കും. ആയത്രമോദം നിൻ ജീവിതം ദൈവത്തിൻ്റെ പൈതലേ. കണ്ണുനീരെല്ലാം തുടച്ചിടും ആ നാളിലെന്തു സന്തോഷം. കണ്ണുനീരെല്ലാം തുടച്ചിടും ആ നാളിലെന്തു സന്തോഷം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ സ്തോത്ര വഴിപാടിനായിട്ട് നന്ദിയോടുകൂടി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ ജനിപ്പാനും ജീവിപ്പാനും അധ്വാനിപ്പാനും ഓടുവാനും ഒക്കെ ലഭിച്ച കൃപകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്നും പ്രയത്നങ്ങളിൽ നിന്നും ഒരു പങ്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം നീ ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത് ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ഉപകരിക്കപ്പെടുവാൻ കർത്താവെ നീ സഹായിച്ചാട്ട് എല്ലാറ്റിനായിട്ടും നന്ദിയോടുകൂടി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഷാജി ഫിലിപ്പച്ചനാണ്. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഈ ആരാധനയിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുകയും ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. സഭയായി ഈ നാളുകളിൽ ദൈവം നമ്മെ അതിശയകരമായി നടത്തുന്നു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സഭയുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവജനം കാണിച്ചിട്ടുള്ള എല്ലാ കൂട്ടായ്മയ്ക്കും സഹായ സഹകരണങ്ങൾക്കും സഭയുടെ പേരിലുള്ള സഭയുടെ ചുമതലക്കാരുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കാം. ഈ ഞായറാഴ്ച നമ്മെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വികസന ഫണ്ടിൻ്റെ കളക്ഷൻ നടക്കുന്നതിനുള്ള ഒരു ദിവസമാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒട്ടനവധി ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടു. നല്ല ശമ്പളം വാങ്ങിക്കുന്നവരുടെ ശമ്പളം പകുതിയായി കുറഞ്ഞു. ദിവസ ജോലിക്കാർക്ക് വേതനം കിട്ടാതിരിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായ ഞെരുക്കം കുടുംബങ്ങളിലുണ്ട്.
അങ്ങനെ പലതരത്തിലും സാമ്പത്തികമായി ക്ഷീണിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ നടുവിൽ പിരിവുകളെക്കുറിച്ച് പറയുന്നത് ഒരുപക്ഷെ ആളുകൾക്കൊരു വിഷമം തോന്നും. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഈ പാവപ്പെട്ട സഭ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥനയും അകമഴിഞ്ഞ സാമ്പത്തിക സഹായവും ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഈ മാസങ്ങളിലൊക്കെ നടക്കുന്ന പിരിവുകളിൽ അവരവരുടെ പ്രാപ്തി പോലെ പ്രാപ്തിക്ക് മീതെ കൊടുത്ത് സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്ന സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. COVID-19 കൊറോണ വൈറസ് മൂലം അതാത് ദേവാലയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയാത്ത പശ്ചാത്തലത്തിലാണ് സഭ ഇങ്ങനെയുള്ള ഓൺലൈനിൽ കൂടെ സർവീസ് നടത്തുകയും സഭയുടെ ആവശ്യങ്ങൾ പറയുകയും ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ അഭിമന്യ തിരുമേനിമാരുടെ നേതൃത്വത്തിലും സഭയുടെ ചുമതലക്കാരുടെ നേതൃത്വത്തിലുമൊക്കെ ആരാധന നടത്തപ്പെട്ടു. അനേക ദൈവമക്കളതിൽ ഭാഗവാക്കായി തീർന്നു. അത് അവർക്ക് അനുഗ്രഹപ്രദമായി തീർന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള ആഴ്ചകളിലും ഈ തരത്തിൽ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും. എല്ലാവരും വളരെ വാഞ്ചയോടും ആഗ്രഹത്തോടും കൂടെ അതിൽ സംബന്ധിക്കണം, അനുഗ്രഹം പ്രാപിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഇന്ന് സഭയായി വേർതിരിച്ചിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുവിലുള്ള പ്രത്യാശ, ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്കറിയാം കർത്താവിൻ്റെ പീഡാനുഭവ ആഴ്ച, ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്ന ഒരാഴ്ചയായിരുന്നു. യെരുശലേം തെരുവിലേക്കുള്ള യേശു കർത്താവിൻ്റെ രാജകീയമായ എഴുന്നള്ളത്ത്, അതിലൂടെ കർത്താവ് ധരിച്ച ആദരിച്ച നമ്മെ ഓർമ്മപ്പെടുത്തിയ താഴ്മയുടെ അനുഭവം, തുടർന്ന് ദേവാലയ ശുദ്ധീകരണം, അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് മാളികമുറിയിൽ പെസഹ ആചരിക്കുന്നു. തുടർന്ന് പാപത്തിലും ശാപത്തിലുമായിരുന്ന മാനവജാതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് തൻ്റെ ജീവനെ ക്രൂശിൽ നമുക്കായി അർപ്പിക്കുന്നു. കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച ഉയർപ്പ് ദിനമായി അതിൻ്റെ ശുശ്രൂഷയും നടത്തപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ നാം സ്നേഹത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ, അതിനെക്കുറിച്ചും ദൈവവചനത്തിൽ യോസേഫിൻ്റെ ജീവിത അനുഭവത്തിലൂടെ ബന്ധപ്പെട്ട് നമ്മുടെ സ്നേഹമുള്ള സഭാ സെക്രട്ടറി നടത്തിയ തിരുവചന ധ്യാനവും നാം ശ്രദ്ധിക്കുകയുണ്ടായി. ഈ ആഴ്ചയിൽ ദൈവജനം ഒരുമിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ ഉള്ള പ്രത്യാശ, ഉയർത്തെഴുന്നേറ്റവനായ ജീവൻ ദാനമായി നൽകുന്ന യേശു കർത്താവിലുള്ള പ്രത്യാശ. ആധാരമായിട്ട് റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എന്താണ് ക്രിസ്തീയ പ്രത്യാശ? വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടുള്ള ഒരു കാത്തിരിപ്പാണ് ക്രിസ്തീയ പ്രത്യാശ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വരുവാനുള്ളതിനെക്കുറിച്ച് ദൈവം നൽകിയ വാഗ്ദത്തത്തിലുള്ള നമ്മുടെ ആശ്രയം, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുന്നതാണ് പ്രത്യാശ എന്നുള്ളത്. ഒരിക്കൽ കപ്പൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന യാത്രാമധ്യേ അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പൗലോസ് തൻ്റെ യാത്രയിൽ നേരിട്ട അതിഭയങ്കരമായ കൊടുങ്കാറ്റും കോളും കൊണ്ട് കപ്പൽ മുങ്ങാറായി എന്ന് പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ കപ്പൽ യാത്രക്കാർ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ കാറ്റും കൊടുങ്കാറ്റും പെരുങ്കാറ്റും ഒക്കെ അടിച്ച് കപ്പൽ ഇളകി
യാത്രയിൽ അസ്വസ്ഥതയുണ്ടായപ്പോൾ യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായി തുടങ്ങി. അവർ നിലവിളിക്കുവാൻ തുടങ്ങി, അലറി വിളിക്കുവാൻ തുടങ്ങി. അവരുടെ പരിഭ്രാന്തിയുടെ നടുവിൽ ഒരു സ്ത്രീ ശാന്തമായി സ്വസ്ഥമായി അവരായിരിപ്പിടത്തിൽ ഇരിക്കുന്നു. സഹയാത്രികർ ഈ സഹോദരി അടുക്കൽ വന്ന് ചോദിച്ചു, ഇത്രയും ആളുകൾ വിഷമിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വസ്ഥമായി ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെയാണ് പ്രതിവചിച്ചത്, എനിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്ത മകൻ ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട് നിത്യതയിൽ കർത്താവിനോടുകൂടെ വിശ്രമിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഇളയ മകൻ്റെ ഭവനത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ പരിഭ്രാന്തിപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ കപ്പൽ ഈ സമുദ്രത്തിൽ, ഈ നദിയിൽ ഉടയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മൂത്ത മകനോടുകൂടെ നിത്യതയിൽ വിശ്രമിക്കും. അല്ല, ഈ കപ്പൽ തുറമുഖത്തണയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഇളയ മകൻ്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ താമസിക്കും. അതുകൊണ്ട് ഈ യാത്രയിൽ എനിക്ക് അധികം ഭയപ്പെടുവാനായിട്ട് ഇല്ല. ഞാൻ എന്തിനാണ് പ്രാരംഭത്തിൽ ഇത് ഓർമ്മിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ആശയമുള്ള ആർക്കും തന്നെ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ അധികം പ്രയാസപ്പെടേണ്ടതായിട്ടില്ല. കാരണം നമ്മുടെ നാഥൻ നമ്മുടെ നൗകയിലുണ്ട്, നമ്മുടെ പടകിലുണ്ട്. പാട്ട് നാം പാടാറുണ്ട്, പ്രതികൂല കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അമരക്കാരൻ എൻ പടകിലുണ്ട് നിശ്ചയം എന്ന് നമ്മൾ പാടാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ കപ്പൽ യാത്ര ചെയ്ത ഈ സഹോദരി ചിന്തിച്ചതുപോലെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നാലും ജീവിതത്തിൽ ലാഭങ്ങൾ വന്നാലും സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഈ കാലഘട്ടങ്ങളിൽ ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ വായിക്കപ്പെട്ട വേദഭാഗത്ത് അതിൻ്റെ ആരംഭത്തിൽ പറയുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, പ്രത്യാശ നൽകുന്ന ദൈവം. നമ്മുടെ ദൈവം ആര് എന്ന് ചോദിച്ചാൽ നമുക്കൊരു മറുപടി പറയുവാനായിട്ട് കഴിയും. നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്നവനാണ്. അവിടെ പറയുന്നത് ദ ഗോഡ് ഓഫ് ഹോപ്പ്, പ്രത്യാശ നൽകുന്ന ദൈവം. നാം രക്ഷിക്കപ്പെടുന്നതും നിത്യജീവൻ പ്രാപിക്കുന്നതും ഇതിനെല്ലാം കാരണഭൂതനായിരിക്കുന്നത് ദൈവമാണ്. അതിനടിസ്ഥാനമായിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതവും ശുശ്രൂഷയും അവൻ്റെ ക്രൂശ് മരണവും അവൻ നമുക്കായിട്ട് നൽകിയിട്ടുള്ള എല്ലാ നല്ല അനുഭവങ്ങളുമാണ് ഈ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലോകപ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റായിട്ടുള്ള വേദപണ്ഡിതനായ ബില്ലി ഗ്രഹാം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് ഒരു ദൈവ പൈതലിന് നിത്യതയുടെ വാതിൽ തുറന്നത്. ഒരു ദൈവ പൈതലിന് നിത്യതയുടെ വാതിൽ തുറന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. അതാണ് പറയുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം. 42-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിച്ചിരിക്കുന്നു? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വൈ മൈ സോൾ ആർ യു ഡൗൺകാസ്റ്റ്, വൈ സോ ഡിസ്റ്റർബ് വിത്ത് ഇൻ മീ. നീ എന്ത് ചെയ്യണം? പുട്ട് യുവർ ഹോപ്പ് ഇൻ ഗോഡ്. ദൈവത്തിൽ നീ ആശ്രയിക്കുക, ദൈവത്തിൽ നിന്റെ പ്രത്യാശ വെക്കുക. ഈ റോമാലേഖനം നാം വായിച്ച് പഠിക്കുമ്പോൾ എല്ലാ ദൈവശാസ്ത്രവും ഒന്നുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ് റോമാലേഖനം.
അപ്പോസ്തലൻ അതെല്ലാം വിശദീകരിച്ച് യഹൂദന്മാരെക്കുറിച്ച്, ജാതികളെക്കുറിച്ച്, ഇസ്രായേലിനെക്കുറിച്ച്, വരുവാനുള്ളതിനെക്കുറിച്ച്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് എല്ലാം സംക്ഷിപ്തമായ രീതിയിൽ ഈ റോമാലേഖനത്തിൽ വിശദീകരിച്ചതിന് ശേഷം അത് അവസാനിപ്പിച്ച് അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ റോമയിലെ പ്രിയരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാരായിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹങ്ങൾ കൊണ്ട് ആശീർവദിക്കുമ്പോൾ ആ ഒരു വലിയ ആശീർവാദമാണ് ഈ 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവാകുന്നത് കൊണ്ടാണ്. ഒരിക്കൽ ബേത്ലഹേമിൽ നിന്ന്, യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പലായനം ചെയ്ത ഒരു കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. വേദപുസ്തകം, രൂത്തിന്റെ പുസ്തകത്തിൽ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ മോവാബിൽ ചെന്ന് പാർക്കുമ്പോൾ അവർ ബേത്ലഹേമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒന്നിനും കുറവില്ലാതെ പുറപ്പെട്ടവരാണ്. ക്ഷാമമുണ്ടായതുകൊണ്ട് യാത്ര ചെയ്തെങ്കിലും ആളെണ്ണത്തിലൊന്നും കുറവില്ലായിരുന്നു. കാലപ്പഴക്കത്തിൽ പിതാവ് മരിച്ചു, ആൺമക്കൾ മരിച്ചു. മകൻ്റെ ഒരു ഭാര്യ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ഒരു വയോധികയായ അമ്മയും ഒരു മരുമകളും മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് നവോമി രൂത്തിനോട് ഇപ്രകാരം പറയുന്നു. 20-ാമത്തെ വാക്യം: അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനും ആകുന്നു. രൂത്തിനോട് നവോമിക്ക് പറയുവാനുള്ളത്, അയാൾ നമ്മുടെ അടുത്ത ചാർച്ചക്കാരൻ മാത്രമല്ല, അയാൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്നു. പ്രിയമുള്ളവരെ, യഹോവയായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, സകലത്തിനും കാരണഭൂതനായിട്ടുള്ള, സകലത്തിൻ്റെയും ഉടയവനും സൃഷ്ടാവുമായിട്ടുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ പ്രത്യാശയാണ്. ഇവിടെ രൂത്തിനോട് പറയുന്നു, അവൻ നമ്മെ വീണ്ടെടുക്കുന്നവനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രത്യാശയാണ്. അതുകൊണ്ടാണ് ഇയ്യോബ് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഏറ്റുവാങ്ങിയപ്പോഴും പറഞ്ഞത്, ഞാൻ ദേഹരഹിതനായി തീർന്നാലും അന്യകണ്ണല്ല, സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ദൈവത്തിലുള്ള തൻ്റെ പ്രത്യാശ. പൗലോസ് അതിനെല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് റോമാക്കാരോട് പറയുന്നു, പ്രത്യാശ നൽകുന്ന ദൈവം. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, ക്ലേശങ്ങളുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ എനിക്കറിയാം പ്രവാസികളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ. നിങ്ങളുടെ നാടിവിടെ, ബന്ധുജനങ്ങളിവിടെ, കുടുംബ ബന്ധങ്ങളിവിടെ. നിങ്ങൾ ജോലി ചെയ്യുവാൻ അന്യനാട്ടിൽ പോയവരാണ്. ഇപ്പോൾ നേരിട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ദുഃഖങ്ങളുടെ നടുവിൽ, പ്രവാസികൾ മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് പറയുവാനുള്ളത്, എൻ്റെ ഉള്ളമേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിന്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും നിന്റെ ദൈവവും ആകുന്നു. 2-ാമതായി ഈ വാക്യത്തിൽ നാം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരും. എന്താണ് ഇവിടെ പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാണ്. അല്ലെങ്കിൽ 2-ാമത് ഓർമ്മിപ്പിക്കുവാനുള്ളത്, പ്രത്യാശയുടെ ഉറവിടം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഹോപ്പ്. പരിശുദ്ധാത്മാവ് ആണ് പ്രത്യാശയുടെ ഉറവിടം. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് ഈ വായിച്ച വേദഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം മാറുന്നത്. സമൃദ്ധിയുടെ അനുഭവം, ഇത് പ്രോസ്പെരിറ്റി തിയോളജി ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്താണ് ഇവിടുത്തെ സമൃദ്ധി? അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യഹോവയിൽ, ദൈവത്തിൽ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക്
പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രത്യാശ സമൃദ്ധിയുടെ പ്രത്യാശയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ തന്നെ 8-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വി ആർ മോർ ദാൻ കോൺക്രേഴ്സ്. എല്ലാറ്റിനേക്കാളിലും എല്ലാവരെക്കാളിലും ഉന്നതമായ വിജയം. 35 മുതലുള്ള വാക്യങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ മുതൽ പറയുകയാണ്, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇപ്പോഴുള്ളതിന്, വരുവാനുള്ളതിന്, ഉയരത്തിന്, ആഴത്തിന്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക് യാതൊരു ശക്തിക്കും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തിയും ഒരു മനുഷ്യനിലേക്ക് വരുമ്പോൾ അവനിൽ പ്രത്യാശയുടെ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകും. സാധാരണ ഞങ്ങൾ അച്ഛന്മാരൊക്കെ ആളുകളോട് ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം, എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ചിലരൊക്കെ പറയും, ഓ എന്നാ പറയാനച്ചാ, ഇങ്ങനെ അങ്ങ് പോകുന്നു. വേറെ ചിലർ പറയുന്നു, നാടൻ ഭാഷയിൽ തട്ടിയും മുട്ടിയും പോകും. മറ്റു ചിലർ പറയും, ഓ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുറേ ആളുകൾ പറയും, അച്ചോ എല്ലാം നന്നായിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത്, റോമയിലെ വിശുദ്ധന്മാരും പ്രിയരുമായിട്ടുള്ളവരോട് പറയുന്നത്, നിങ്ങൾ തട്ടിയും മുട്ടിയും ജീവിക്കേണ്ടവരല്ല, നിങ്ങൾ പൊത്തുപൊരുത്തത്തിൽ ജീവിക്കേണ്ടവരല്ല. യഹോവയായ ദൈവം നിങ്ങളുടെ പ്രത്യാശയായി തീരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. സമർത്ഥരായിട്ടുള്ള ഒരു ജീവിതം. ഇവിടെ പൂർണ്ണ ജയം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി എക്സാമിനേഷൻ എഴുതി 100-ൽ 100 മാർക്ക് വാങ്ങിക്കുന്ന ജയമല്ല പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ എതിരാളികളെ കീഴടക്കിയതായുള്ള ജയം. നമ്മെ എതിർക്കുവാൻ സർവശക്തിയോടുകൂടെ എതിരാളി നിൽക്കുമ്പോൾ ആ എതിരാളിയുടെ സർവശക്തിയെ ദൈവകൃപയോടുകൂടെ കീഴടക്കുന്ന ജയത്തെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കീഴടക്കിയതുപോലുള്ള ദൈവശക്തി പ്രാപിച്ച് കീഴടക്കിയതായിട്ടുള്ള ആ ഒരു വലിയ വൻ വിജയം ഞാനിപ്പോൾ പ്രാപിച്ചിരിക്കുന്നു. ഒരു ശക്തിക്കും എന്നെ വേർതിരിപ്പാനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് നാം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരണം. ഈ സന്ദർഭത്തിൽ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കേരളത്തിലെ നയനാർ മന്ത്രിസഭയിൽ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മന്ത്രിയായിരുന്നത് ബഹുമാനീയനായ ശർമ്മയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നത് സുമാർ ഉമ്മൻ IAS. അദ്ദേഹം കായംകുളം സ്വദേശിയാണ്. സാധാരണ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പോലെ അന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതിനെ സംബന്ധിച്ച് ചർച്ചകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആ സ്ഥാനം സുമാർ ഉമ്മൻ ഒഴിഞ്ഞ് കേന്ദ്രത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകേണ്ട സാഹചര്യം വന്നു. അന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെല്ലാം സുമാർ ഉമ്മൻ്റെ അടുക്കൽ കൂടി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. അതിൻ്റെ ആ കാലഘട്ടത്തിലെ പിറ്റേ ആഴ്ചത്തെ മലയാള മനോരമയുടെ സപ്ലിമെൻറ്റിൽ സുമാർ ഉമ്മൻ ഒരു കസേരയിലിരിക്കുന്നു. മന്ത്രി ഒരു ഇലക്ട്രിസിറ്റി വയർ കൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ ചുവട്ടിൽ പിടിക്കുന്ന ഒരു കാർട്ടൂൺ പടമാണെന്ന് പത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ പടം കാണിച്ചിട്ട് മാധ്യമപ്രവർത്തകരിൽ മിടുക്കനായ ഒരു മനുഷ്യൻ സുമാർ ഉമ്മനോട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായി, നല്ലൊരു IAS-കാരനായി പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ വന്നിരിക്കുകയാണ്, നിങ്ങളുടെ മനോഭാവം എന്താണ്? സുമാർ ഉമ്മൻ്റെ മറുപടി ഇങ്ങനെയാണ്, ഞാൻ IAS ട്രെയിനിങ്ങിന് വേണ്ടി മദ്രാസിലേക്ക് പോകുമ്പോൾ എൻ്റെ സ്നേഹമുള്ള പിതാവ് താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ വേദപുസ്തകം എൻ്റെ തലമേൽ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം പറഞ്ഞു, മകനെ,
നീ ഒരു അധികാരമുള്ള ഉദ്യോഗസ്ഥനായി മടങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിന് വിരുദ്ധമായി നീ ഒന്നും പ്രവർത്തിക്കുവാൻ പാടില്ല. അതായിരുന്നു മാധ്യമ പ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. ഇന്ന് ആ ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സമൃദ്ധിയായ ജീവിതാനുഭവമുള്ള ദൈവമക്കൾക്ക് പ്രതികൂലങ്ങളിലും പറയുവാനായിട്ട് കഴിയും, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. വേദനകൾ വർദ്ധിച്ചു വരികയാണ്, പ്രതിസന്ധികൾ ഉയർന്നു വരികയാണ്. നമുക്ക് പറയുവാനായിട്ട് കഴിയണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സമൃദ്ധിയായ ഒരു അനുഭവം ദൈവം എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു. വീണ്ടും എന്താ അതിൻ്റെ താഴോട്ട് വായിക്കുന്നത്? സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പൗലോസിൻ്റെ ആശീർവാദം അങ്ങനെയാണ്. സകല സന്തോഷവും സകല സമാധാനവും നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രത്യാശയുടെ സമൃദ്ധി അനുഭവിക്കുമ്പോൾ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിന് തരുവാനും ലോകത്തിന് നീക്കിക്കളയുവാനും എടുക്കുവാനും കഴിയാത്ത ദിവ്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിനെ അപ്പോസ്തലനായ പൗലോസ് ഒട്ടനവധി ലേഖനങ്ങളിലും ആശീർവദിക്കുമ്പോൾ പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. പ്രിയമുള്ളവരെ, ദൈവിക സമാധാനം ഈ പ്രതിസന്ധിയിൽ, ഈ കോവിഡ്-19 അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ സമ്പദ് സ്ഥിതിക്ക് ഒരു മാറ്റം വരാൻ പോകുന്നുവെന്നാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. എല്ലാ ചർച്ചകളിലും നാം അതാ കേൾക്കുന്നത്. വിദേശത്തും സ്വദേശത്തും എല്ലാ ലോകരാഷ്ട്രങ്ങളിലും സമ്പദ്ഘടനയെ അത് പ്രത്യേകമായി ബാധിക്കുകയാണ്. താഴോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യഹോവയിൽ പ്രത്യാശയുള്ള, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രത്യാശയുടെ സൗഭാഗ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക്, സമർത്ഥരായി ജീവിക്കുന്ന ദൈവമക്കൾക്ക് സമാധാനത്തിനും സന്തോഷത്തിനും ഒരു ഭംഗവും വരികയില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതായ ചാനൽ ചർച്ചയിൽ കേരളത്തിൻ്റെ ഫിഷറീസ് മന്ത്രിയായിരിക്കുന്ന ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ആവർത്തിച്ച് പറയുകയുണ്ടായി, കേരളം ഒരു വലിയ സങ്കീർണമായ അവസ്ഥ നേരിടാൻ പോവുകയാണ്. ഒരു സങ്കീർണമായ അവസ്ഥ, ചിന്തിക്കാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ ആരാധന മധ്യേ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, സകലതും ദോഷമായി വരുമ്പോൾ, സകലതും പ്രതികൂലമെന്ന് വരുമ്പോൾ നമ്മുടെ ചിന്ത എന്തായിരിക്കണം? സമാധാനവും സന്തോഷവും നൽകുന്ന നമ്മുടെ ദൈവം, ആ പ്രത്യാശയാകുന്ന ദൈവത്തിൽ ചാരുവാൻ നമുക്കിടയായിത്തീരണം. ഒരിക്കൽ സമാധാനത്തിൻ്റെ ചിത്രം വരയ്ക്കുവാൻ ഒരു ആഹ്വാനം കൊടുത്തു. ആ സമാധാനത്തിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു കുട്ടി ഇപ്രകാരം വരച്ചു: ഒരു വലിയ കടലിൻ്റെ സമീപെ ഒരു പാറക്കെട്ടിനോടടുത്ത ഒരു മരം നിൽക്കുന്ന ചിത്രം. വെള്ളം ആഞ്ഞടിക്കുന്നു, തിരമാലകൾ ആഞ്ഞടിക്കുന്നു, ഈ മരത്തിൻ്റെ ശിഖരങ്ങളോളം ആ വെള്ളം പൊങ്ങി വരും. പക്ഷെ അതിൻ്റെ അറ്റത്ത് ഒരു കൊച്ചു കിളി, അത് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. ആ ചിത്രകാരനോട് വരയ്ക്കുന്നത് ആ സന്തോഷത്തിൻ്റെ കാരണം, വെള്ളം ഉയർന്നു വരുമ്പോൾ ആ കുരുവി ആ ശിഖരത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കും. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, അതിന് 2 ചിറകുകളുണ്ട്. പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ അത് ചിറകുകൾ ഉപയോഗിച്ച് ഉയരത്തിലേക്ക് പറക്കുന്നു. ദൈവമക്കളെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുമ്പോൾ പ്രത്യാശയുടെ ചിറകുകൾ ഉപയോഗിച്ച് ഉയരത്തിലേക്ക് പറക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ദിവസം തിരുവചനം ധ്യാനിക്കുമ്പോൾ അപ്പോസ്തലൻ റോമയിലുള്ള വിശുദ്ധന്മാരെ ആശീർവദിക്കുന്ന ഈ ആശീർവാദം ദുഃഖത്തിലും ഭാരത്തിലും ജനങ്ങൾക്ക് നൽകുകയാണ്. നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവം, പ്രത്യാശ നൽകുന്ന ദൈവം. മാത്രമല്ല,
പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് പ്രത്യാശയുടെ ഉറവിടം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സമൃദ്ധിയുടെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. അതിൻ്റെ തൽഫലമായി നമുക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിച്ച് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ നമ്മെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാവുന്ന ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ ധനമോ നമ്മുടെ മാനമോ നമ്മുടെ മറ്റു കാര്യങ്ങളൊന്നുമല്ല ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിഷ്കളങ്കമായ ശുദ്ധമായ നേരുള്ള നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ അൻപുള്ള കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവെ, ഞാൻ എന്നെ തന്നെ, എൻ്റെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്റ്റീന റോസറ്റി എന്ന് പറയുന്ന എഴുത്തുകാരി തൻ്റെ മനോഹരമായ ഇംഗ്ലീഷ് കവിതയിൽ എ ക്രിസ്മസ് കാരൽ എന്നുള്ള കവിതയിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിന്, പാവപ്പെട്ടവളായ ഞാൻ എൻ്റെ ദൈവത്തിന് എന്ത് കൊടുക്കും? വാട്ട് ക്യാൻ ഐ ഗീവ് ഹിം പൂർ ആസ് ആം? ഞാൻ ഒരു പാവപ്പെട്ടവളായിരിക്കുമ്പോൾ ഞാൻ എന്തവന് വേണ്ടി കൊടുക്കും? ഇഫ് ഐ വെയർ എ ഷെപ്പേർഡ് ഐ വുഡ് ബ്രിങ് ഹിം എ ലാം. ഞാനൊരു ഇടയനായിരുന്നുവെങ്കിൽ ആട്ടിടയനായിരുന്നു മതി, ഞാനൊരു നല്ല ആട്ടുംകുട്ടി അവന് വേണ്ടി കൊടുത്തേനെ. ഇഫ് ഐ വെയർ എ വൈസ് മാൻ ഐ വുഡ് ഡു മൈ പാർട്ട്. ഞാനൊരു ബുദ്ധിയുള്ളവനായിരുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ലൊരു പങ്ക് ഞാൻ അവന് കൊടുത്തേനെ. വാട്ട് ഐ ക്യാൻ ഗീവ് ഹിം. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഈ സമയത്ത് പാവപ്പെട്ടവളായ ഞാൻ എന്ത് അവന് കൊടുക്കും? ആ കവിതയുടെ അവസാന വാക്കിൽ പറയുന്നു, ഗീവ് മൈ ഹാർട്ട്. എനിക്ക് കൊടുക്കുവാൻ എൻ്റെ ഹൃദയം മാത്രമേ ഉള്ളൂ. ഭാരത്തിലും വേദനയിലും ദുഃഖത്തിലും ഈ രാജ്യം മുഴുവൻ പോകുമ്പോൾ, ക്ലേശിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നമ്മുടെ ഹൃദയം പകരാം. പ്രത്യാശയുടെ ദൈവത്തിങ്കൽ, പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന ദൈവത്തിങ്കൽ സമൃദ്ധിയുടെ ക്രിസ്തുജീവൻ നയിപ്പാൻ, അതിൻ്റെ ഫലമായ സമാധാനവും സന്തോഷവും അനുഭവിച്ച് ക്രിസ്തുവിൽ ചാരി മുന്നോട്ട് പോകുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം, സമർപ്പിക്കാം. തിരുവചനത്തിൻ്റെ കേൾവിക്ക് മുമ്പാകെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഞങ്ങളുടെ സ്നേഹനിധിയായ കർത്താവെ, ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ആലയത്തിൽ കൂടി ദൈവ വചനത്തെ ശ്രവിക്കുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഭാഗ്യം ലഭിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ നിറവ് തന്ന് ഞങ്ങളെ നടത്തണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇത്രയും സന്തോഷവും സമാധാനവും അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് ലോകരാഷ്ട്രങ്ങളെ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ സ്നേഹപൂർവമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകമാനം ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ വൈറസിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തോടും ഞങ്ങളുടെ രാഷ്ട്രങ്ങളോടും കനിവ് കാണിക്കണമേ. ഇതുമൂലം ക്ലേശിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലും മറ്റ് വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ കോണുകളിലും കർത്താവെ, ഈ വൈറസ് ബാധയിൽ ക്ലേശിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലോകത്തു നിന്ന് ഇത് മാറിപ്പോകുവാൻ തക്കവണ്ണം, നിർമ്മാർജ്ജനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ എല്ലാ നിന്റെ ദാസ്യദാസന്മാർക്കും കൃപ കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ രോഗം ബാധിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുമൂലം ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ക്ലേശിക്കുന്ന, ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, മാനവ ജനത എല്ലാവരെയും ഈ രാവിലെ തിരുസൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സ്വർഗത്തു നിന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ വാക്കയച്ച്, വചനമയച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ പ്രതിസന്ധിയാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കർത്താവെ, അവിടെ ഞങ്ങളെ സഹായിപ്പാൻ ദൈവം തമ്പുരാനെ ഒന്ന് വാനസേനയുമായി എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഭിവന്ദരായ ഞങ്ങളുടെ തിരുമേനിമാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കായി, ഞങ്ങളുടെ സുവിശേഷകന്മാർക്കായി, സേവനിമാർക്കായി, വിശ്വസ്തരായ സഹോദരങ്ങൾക്കായി, എല്ലാ ഇടവുകൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാത്രമല്ല, കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന സഭാവ്യത്യാസം കൂടാതെ
സകല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രയാസത്തിൻ്റെ നടുവിൽ നിന്റെ ജനത്തെ നീ ക്ഷേമത്തോടെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് ഇത്രയും സമാധാനവും സന്തോഷവും തന്നല്ലോ. അതിന് ഞങ്ങളെ നടത്തുവാൻ അവിടുന്ന് മതിയായ ദൈവമാകുന്നു. സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ പ്രത്യാശയാവുന്ന ഞങ്ങളുടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടും ആത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ് പ്രത്യാശയുടെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിൻ്റെ ഫലമായ സമാധാനവും സന്തോഷമുള്ളവരായി സമൃദ്ധിയുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിരുമേലെടുക്കണമേ. ഈ ശുശ്രൂഷയിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിച്ച എല്ലാ നിന്റെ മക്കളെ നീ ആശ്രയിക്കണമേ. തിരുനാമങ്ങളുടെ മഹത്വം എടുക്കണമേ. നിന്റെ വരവിനായ വിശുദ്ധിയോടെ കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ ഏവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംസർഗവും നാം ഏവരോടും ഇന്നും എന്നേക്കും ഒന്നുപോലെ ഉണ്ടായിരിക്കുമാറാകട്ടെ.